ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ കാണിക്കുന്നത് ഇന്നലെ ഞാൻ കൊളുത്തിയ തേങ്ങാദീപ വഴിപാടിൻ്റേതാണ് കേട്ടോ. ഇന്നലെ വിളക്ക് കൊളുത്തുന്ന സമയത്ത് പൊട്ടിടാൻ മറന്നുപോയി. ഞാൻ 3 പൊട്ടിടുന്നതായിരുന്നു തേങ്ങയിൽ, അതിടാൻ പറ്റിയില്ല, മറന്നുപോയി. പിന്നെ നിവേദ്യമായിട്ട് ഞാൻ കുറച്ച് തേനാണ് വെച്ചിട്ടുള്ളത്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകളൊക്കെ തന്നെ ഞാൻ ചെയ്യാറുണ്ട്. വെറ്റില ദീപം കൊളുത്താറുണ്ട്, പിന്നെ നമ്മുടെ ബ്രഹ്മമുഹൂർത്ത വിളക്ക്, തേങ്ങാദീപ വഴിപാട്, പിന്നെ ഷഡ്കോണം. ഈ ഷഷ്ടി ദിവസങ്ങളിൽ ഇന്ന് ഷഷ്ടിയാണ്, അപ്പം ഷഷ്ടി ദിവസം ഞാൻ വ്രതം എടുത്തിട്ടുണ്ട്. രാവിലെ അതും വിളക്ക് കൊളുത്തിയിട്ടുണ്ട്. ഇത് ബ്രഹ്മമുഹൂർത്തത്തിൽ കൊളുത്തിയ വിളക്കിൻ്റേതാണ്. അതിനുശേഷം ഞാൻ നമ്മുടെ ഷഡ്കോണ ദീപം കൊളുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാം മക്കൾക്ക് വേണ്ടി എടുക്കുന്നതാണ് കേട്ടോ. എന്ത് കണ്ടാലും അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ബുധൻ, വ്യാഴം, വെള്ളി ഈ 3 ദിവസങ്ങളിലും ലക്ഷ്മി പൂജ ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ചെയ്യാറുണ്ട്. ഇന്നും വൈകിട്ട് ലക്ഷ്മി പൂജ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ചെയ്യണം. ആദ്യം ഈ ചാനൽ തുടങ്ങുമ്പോൾ ഇവിടെയൊക്കെയുള്ള അമ്പലങ്ങളിൽ പോയി അവിടുത്തെ വീഡിയോസൊക്കെ എടുത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ് തുടങ്ങിയത്. പിന്നെ അത് എപ്പോഴൊന്നും നമുക്ക് അമ്പലങ്ങളിൽ പോകാനും അതിൻ്റെ വീഡിയോ പെർഫെക്റ്റായിട്ട് എടുക്കാനൊന്നും സാധിക്കാറില്ല. നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കും. അത് കാരണം ഭയങ്കര മടിയാണ് നല്ലതുപോലെ വീഡിയോ എടുക്കാൻ. മാർക്കറ്റിലൊക്കെ പോയപ്പം വീഡിയോ എടുത്തപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. ഇവർക്ക് എപ്പോഴും ഇതേ ഉള്ളൂ ജോലിയെന്നും ചോദിച്ച്. ഇത് രാവിലെ കൊളുത്തിയ ദീപത്തിൻ്റേതാണ് കേട്ടോ. ഇത് നല്ലതുപോലെ പെർഫെക്റ്റായിട്ട് വരയ്ക്കാനൊന്നും എനിക്കറിയില്ലായിരുന്നു. എൻ്റെ മോൾ ഇവിടെ ഉള്ള സമയത്ത് അവളായിരുന്നു ഇതൊക്കെ വരച്ച് തരുന്നത്. പിന്നെ എനിക്കറിയാവുന്നതുപോലെ അരിപ്പൊടി കൊണ്ടാണ് വരച്ചത്. അതിൽ ശരവണഭവ എഴുതി, പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് വിളക്ക് കൊളുത്തി. പ്രത്യേകിച്ച് പൂക്കളൊന്നും ഇല്ലായിരുന്നു, പൂക്കൾ വെച്ചിട്ടില്ല. ഇതിന് ഞാൻ കുറച്ച് തേനാണ് നിവേദ്യമായിട്ട് വെച്ചിട്ടുള്ളത്. പ്രാർത്ഥിച്ചു. ശരവണഭവയും മുരുക എന്നുള്ള മന്ത്രവും കുറേ തവണ ഞാൻ ആവർത്തിച്ചു നമ്മുടെ ജപമാലയിൽ ചൊല്ലിയിട്ടുണ്ടായിരുന്നു. കുറേ സമയം കിട്ടി, അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് തോന്നുന്നു രാവിലത്തെ സമയത്താണ് നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. ബ്രഹ്മമുഹൂർത്തത്തിലായാലും പിന്നെ രാവിലത്തെ സമയത്ത് നല്ലതുപോലെ നമുക്ക് ശ്രദ്ധയോടെ, എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ കിട്ടും. നമ്മളുടെ ചിന്ത അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകാറില്ല അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ രാവിലത്തെ സമയത്ത്. വെറ്റില ദീപവും തേങ്ങാദീപ വഴിപാടും ഒക്കെ നടത്തുന്നത് ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ടാണ്. അവൻ നല്ലതുപോലെ പഠിക്കുന്ന കുട്ടിയായിരുന്നു. കുറച്ച് നാളായിട്ട് അവൻ പഠിത്തത്തിൽ നിന്നൊന്ന് ശ്രദ്ധ വിട്ടിട്ട് ഉഴപ്പി നടക്കുകയാണ്. അപ്പോൾ അതിലേക്കൊന്ന് തിരിച്ചു വരാൻ വേണ്ടിയാണ് ഞാൻ ഈ വഴിപാടുകളൊക്കെ ചെയ്യുന്നത്. ചെറുതായിട്ടൊരു പോസിറ്റീവ് സൈൻ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പുതിയ കോഴ്സൊക്കെ എടുത്ത് പഠിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും മക്കൾക്ക് വേണ്ടി ഈ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. നമുക്ക് നമ്മുടെ ആഗ്രഹം അതിലൂടെ സാധിച്ചു കിട്ടും. മനസ്സിന് ശാന്തിയും സമാധാനവും എല്ലാം കിട്ടുന്നുണ്ട്. നമ്മളെ സഹായിക്കാൻ ഒരാളുണ്ടെന്നുള്ള ഒരു ചിന്ത, അത് നമുക്ക് വലിയ ഒരു സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ ഇത് ഇന്ന് അതിന് ശേഷം വിളക്കൊക്കെ കൊളുത്തിയതിന് ശേഷമുള്ള ജോലിയാണ്. ഇന്നലെ വാങ്ങിയ ഉലുവ ഇലയാണ്. ഇലത്തോരനാണ് കേട്ടോ. ഇലത്തോരൻ നമ്മൾ അധികം കഴിക്കാറില്ലല്ലോ. വല്ലപ്പോഴും ആഴ്ചയിൽ ഒരു 2-3 ദിവസമെങ്കിലും ഇലക്കറികൾ വെച്ച് കഴിക്കണമെന്നാണ് പറയുന്നത്. ഇതെടുത്ത് വൃത്തിയാക്കുന്ന മടി കൊണ്ട് ആരും ഇലക്കറികൾ ഉണ്ടാക്കാറില്ല. നാട്ടിലായാലും മുരിങ്ങയിലയൊക്കെ എല്ലാവർക്കും സുലഭമായി കിട്ടുന്നതാണ്, പക്ഷെ ആരും അത് ഉപയോഗിക്കാറില്ല. കാരണം അത് പിച്ചിയെടുക്കാനുള്ള മടി കൊണ്ടാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഗുണം ഇത്രയും അധികം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ആൾക്കാർ ഉപയോഗിക്കാറില്ല. ഇത് ഉലുവ ഇലയാണ്. ഇതും നല്ല ഗുണമുള്ളതാണ്. പക്ഷേ ഈ ചൂട് സമയത്ത് എപ്പോഴായാലും ഇത് കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ വിയർപ്പിന് ഒരു ഉലുവയുടെ സ്മെല്ല് വരും. അത് കാരണം ചൂട് സമയത്ത് ആരും ഇത് ഉപയോഗിക്കുന്നതല്ല. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനങ്ങ് വാങ്ങിച്ചെന്നേ ഉള്ളൂ. തണുപ്പ് സമയത്താണ് ഇതിൻ്റെ നല്ല പ്രയോജനം കിട്ടുന്നത്. തണുപ്പ് സമയത്ത് ഇവിടുത്തെ ഉള്ള ആൾക്കാരൊക്കെ ഇതിൻ്റെ ലഡു ഉണ്ടാക്കാറുണ്ട്. ഉലുവയും നമ്മുടെ ഈത്തപ്പഴം ഉണങ്ങിയതും ഒക്കെ ചേർത്ത്. അത് നല്ല ടേസ്റ്റാണ്. ഞാനും ഉണ്ടാക്കാറുണ്ട്. ഈ തവണ ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ ഉലുവ ഇല പിച്ചിയെടുക്കാനായിട്ട് കുറേ സമയം എടുക്കും നമുക്ക് കേട്ടോ. 1/2 മണിക്കൂറെങ്കിലും എടുക്കും. അതിൻ്റെ തണ്ടും കളഞ്ഞ്
കുറച്ച് പിഞ്ചായിട്ടുള്ള തണ്ടും എടുക്കും, ഇലയും എടുക്കും. അങ്ങനെ എടുത്ത് നമ്മുടെ തേങ്ങയും ജീരകമൊക്കെ ചേർത്ത് തോരൻ വയ്ക്കാം. പിന്നെ കുറച്ച് കപ്പലണ്ടിയും കൂടി ചേർക്കാറുണ്ട്. അപ്പം തോരൻ വെച്ചിട്ട് നിങ്ങളെ കാണിക്കാം.